നമസ്കാരം. ഏതെങ്കിലും ഒരു ഹിന്ദു പെൺകുട്ടി ഏതെങ്കിലും മുസ്ലിം ആൺകുട്ടിയെ ഇഷ്ടപ്പെട്ടാൽ അവർ വിവാഹം കഴിച്ചാൽ അതിൻ്റെ പേരാണ് ലവ് ജിഹാദ്. ഇസ്ലാമോഫോബിക്കായിട്ടുള്ള ആളുകളുടെ ഏറ്റവും വലിയ ആയുധമാണ് ലവ് ജിഹാദ്. അതുകൊണ്ടാണല്ലോ അവിടെ സിന്ദൂര പൊട്ടികളൊക്കെ ഉണ്ടായത്. യു പി സർക്കാർ, നമ്മളുടെ ആദിത്യനാഥ് യോഗിയുടെ യു പി സർക്കാർ ലവ് ജിഹാദിനെതിരെ ഒരു നിയമം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവരുടെ നിയമനിർമ്മാണത്തിനെതിരെ അതിരൂക്ഷ വിമർശനമായിട്ട് ഹൈക്കോടതി വന്നിരിക്കുകയാണ്. യു പിയിലെ ഹൈക്കോടതി വന്നിരിക്കുകയാണ്, അലഹാബാദ് ഹൈക്കോടതി. അവിടെ ഒരു വിവാഹം നടന്നു. സലാമത്ത് അൻസാരി എന്നൊരാളുടെയും പ്രിയങ്ക എന്ന് പറഞ്ഞ സ്ത്രീയുടെയും ദമ്പതി, ആ ദമ്പതികളുടെ മകള്, അവരുടെ ഹർജിയിലാണ് ഇങ്ങനൊരു സ്വരം കടിപ്പിച്ച്, നിങ്ങൾ നമ്മുടെ സിനിമയിലെ ഏതൊരു താരം പറഞ്ഞില്ല, എന്തൊട്ട് തേങ്ങയാണ് താൻ പറഞ്ഞതെന്ന് ചോദിച്ചു ഹൈക്കോടതി. തൻ്റെ മോളൊരു മുസ്ലിമിനെ വിവാഹം കഴിച്ചു. ഇവിടെ ഹൈക്കോടതിയിൽ മുസ്ലിമും ക്രിസ്ത്യാനിയൊന്നുമില്ല, ഇവിടെ ഹിന്ദു ഇല്ല, ഇവിടെ വ്യക്തികളേ ഉള്ളൂ. ഇന്ത്യൻ വ്യക്തികൾക്ക് വേണ്ടിയുള്ള നിയമം അവിടെ. നിങ്ങളുടെ മോള് പെൺകുട്ടി തന്നെയല്ലേ? അതെ. കല്യാണം കഴിച്ചത് ആൺകുട്ടീനെയല്ലേ വിവാഹം കഴിച്ചത്? അതെ. പിന്നെന്താ പ്രശ്നം? അതന്നെയാണ് ചോദിച്ചത്, അങ്ങനെ തന്നെ ചോദിച്ചത്. ഇവിടെ പ്രിയങ്കയെ മതം മാറ്റി എന്നാണ് പറയുന്നത്. മതം മാറ്റിയിട്ട് കല്യാണം കഴിച്ചു. അതിൻ്റെ പേരിൽ ഒരു പരാതി, അത് രജിസ്റ്റർ ചെയ്ത FIR വലിച്ചെറിഞ്ഞു കോടതി അവരുടെ മുഖത്തേക്ക്. ഞങ്ങൾക്കിവിടെ ഹിന്ദുവില്ല, മുസ്ലിമും ഇല്ല. ഞങ്ങൾ വ്യക്തികളുടെ അവകാശത്തിന് മേലെ കടന്നു കയറാൻ മറ്റുള്ളവർക്കോ ഭരണകൂടത്തിനോ അവകാശമില്ലെന്നും ജസ്റ്റിസ് പങ്കജ് നഖ്വി, അദ്ദേഹത്തിൻ്റെ പേര്, മറ്റൊരു ജസ്റ്റിസ് വിവേക് അഗർവാൾ, അവർ തുടങ്ങിയിട്ടുള്ള അലഹബാദ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വളരെ കൃത്യമായിട്ട് സംശയത്തിന് യാതൊരു ഇടയും വരുത്താതെ അവരത് വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രിയങ്കയെ തട്ടിക്കൊണ്ടുപോയിട്ട് മതപരിവർത്തനം ചെയ്തു എന്നാണ് പിതാവിൻ്റെ പരാതി. കോടതി അന്വേഷിച്ചപ്പോൾ എന്താ, ഈ തട്ടിക്കൊണ്ടു പോകുന്ന സമയത്ത്, ഇങ്ങനെ തട്ടുന്ന സമയത്ത് കുറെ എല്ലാം കൂടിയല്ലോ, അങ്ങനെയൊന്നും ഒടിഞ്ഞിട്ടൊന്നുമില്ലല്ലോ, മാന്തിയിട്ടില്ലല്ലോ, ചൊറിഞ്ഞിട്ടില്ലല്ലോ, കടിച്ചിട്ടില്ലല്ലോ. അവർ സന്തോഷമായിട്ടുള്ള, ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, സന്തോഷപൂർണ്ണമായിട്ടുള്ള ജീവിതം അവിടെ നയിക്കുകയാണ് അവരവിടെ. ഇതിൻ്റെ ഇടയിൽ വന്നിട്ട് ഇവന്മാരുടെ ഒരു ഇടപെടൽ, അവർ സന്തോഷമായിട്ട് ജീവിതം നയിക്കുകയാണ് അവിടെ. പ്രായപൂർത്തിയായിട്ടുള്ള രണ്ട് വ്യക്തികൾ. ഹൈക്കോടതി പറഞ്ഞത് അവരിനി ഒരേ ലിംഗത്തിൽപ്പെട്ടവരാണെങ്കിൽ പോലും അവർക്ക് ഒരുമിച്ച് ജീവിക്കാനുള്ള അവകാശമുണ്ട്. അവർക്ക് ഒരുമിച്ച് നിയമപരമായിട്ട് അവർക്ക് ഒരുമിച്ച് ജീവിക്കാനുള്ള അവകാശം ഇന്ത്യയിലുണ്ട്, ഒരേ ലിംഗത്തിൽപ്പെട്ടവരാണെങ്കിലും. അങ്ങനെയുള്ള വ്യക്തികളുടെ അവകാശത്തിന് മേലെ കടന്നു കയറാൻ മറ്റു വ്യക്തികൾക്കോ ഭരണകൂടത്തിനോ കോടതിക്കോ അവകാശമില്ല എന്ന് കോടതിയാണ് പറഞ്ഞത്. നിങ്ങൾ പറയുന്നത് സാമൂഹിക ഐക്യം തകരുന്നു. അതിൻ്റെ പേരിൽ ലവ് ജിഹാദിന് നിയമവുമായിട്ട് യു പി സർക്കാർ വരുന്നത്. അങ്ങനെ വരുമ്പോൾ ഇപ്പം ഇത്രയേ ഉള്ളൂ. ക്രിസ്ത്യാനിയെ വിവാഹം കഴിക്കാൻ പാടുള്ളൂ, ഹിന്ദുവിനെ വിവാഹം കഴിക്കാൻ പാടുള്ളൂ, മുസ്ലിമിനെ വിവാഹം കഴിക്കാൻ പാടുള്ളൂ. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ പറയും ദളിത് പെൺകുട്ടിയെ അല്ലെങ്കിൽ ഒരു സവർണ പെൺകുട്ടിയെ ദളിത് വിവാഹം കഴിച്ചാൽ അപ്പോഴും നിങ്ങൾ പറയും അത് ലവ് ജിഹാദാന്ന് പറയും. അതിന് വേറൊരു പേരിട്ട് നിങ്ങൾ വിളിക്കും. അതുകൊണ്ട് ഇവിടെ അത് പറ്റില്ല. ഇവിടെ അത് മാത്രമല്ല, ഉത്തർപ്രദേശിൽ നടന്നിട്ടുള്ള 14 മിശ്ര വിവാഹങ്ങൾ, ഇതുപോലെ റിലീജിയസ് വൈസ് മിശ്രമായിട്ടുള്ള വിവാഹങ്ങൾ സംബന്ധിച്ച് ഒരു അന്വേഷണ റിപ്പോർട്ടിന് കോടതി ഉത്തരവിട്ടിരുന്നു. ലവ് ജിഹാദ് എന്ന് പറയുന്ന ഇവർ പറയുന്ന കാര്യങ്ങളുമായിട്ട് ഇതിന് ബന്ധമുണ്ടോ എന്നാണ്. എന്നാലും പ്രീണനം നടത്തി, പ്രകോപനം നടത്തി, പീഡനം നടത്തി, പേടിപ്പിച്ച്, ഭീഷണിപ്പെടുത്തി പെൺകുട്ടികളെ കൊണ്ടുവന്ന് അടിമകളാക്കി നിർത്തുന്നതാണ് ജിഹാദ്, ഇവർ പറയുന്ന ലവ് ജിഹാദ് എന്ന് പറയുന്നത്. ഈ അന്വേഷണ റിപ്പോർട്ടിൽ എവിടെയാ നോക്കണം? യു പിയിലാണ് കേട്ടോ. ആദിത്യനാഥ് യോഗി ഭരിക്കുന്ന യു പിയിലാണ് കേട്ടോ.
അവിടുത്തെ ഹൈക്കോടതി വിധി അനുസരിച്ച് അവിടുത്തെ കോടതിയുടെ കൽപ്പന അനുസരിച്ചുള്ള അന്വേഷണ റിപ്പോർട്ടാണ് കേട്ടോ. ലവ് ജിഹാദ് ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള റിപ്പോർട്ടാണ് കേട്ടോ. അതിൽ പറഞ്ഞിരിക്കുകയാണ് സംസ്ഥാന സർക്കാരിൻ്റെ വാദങ്ങളെ പാടെ തള്ളിക്കളയുന്നതാണ് കാൺപൂർ പോലീസിൻ്റെ റിപ്പോർട്ട്. നിർബന്ധിതമായിട്ടുള്ള മതപരിവർത്തനം, ഗൂഢാലോചന, വിദേശ ഫണ്ടിങ്, അതൊക്കെയാണ് ആരോപണങ്ങളുള്ളത്. ഇതിലൊന്നുപോലും തെളിയിക്കാൻ പറ്റിയിട്ടില്ല എന്നതാണ് കോടതി കണ്ടെത്തിയത്. ഇങ്ങനെയുള്ള കേസുകളൊരു അസ്വാഭാവികത കാണുന്നില്ല. അതിലുള്ള ആ മിശ്ര വിവാഹത്തിലുള്ള പെൺകുട്ടികൾ നേരത്തെ അറിയുന്ന ക്ലാസ്മേറ്റ്സിന്, അതുപോലെ തന്നെ ഓഫീസ് മേറ്റ്സിന്, ഓഫീസിൽ ജോലി ചെയ്യുന്ന ആളുകൾ, അതിന് തൊട്ടടുത്തുള്ള ആൾക്കാർ, നന്നായിട്ട് അറിയുന്ന ആൾക്കാരെയാണ് വിവാഹം കഴിച്ചത്. ഇവരാരും ഒരു സമ്മർദ്ദം ഉണ്ടായെന്ന് പറഞ്ഞിട്ടുമില്ല. ആ പെൺകുട്ടികൾ വ്യക്തമാക്കി, ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ വ്യക്തമാക്കി. അതുകൊണ്ട് തന്നെ കാൺപൂർ പോലീസ് പറഞ്ഞു, ഇവർ പറയുന്ന രീതിയിലുള്ള യാതൊരു വിധത്തിലുള്ള അപകടങ്ങളോട് സംഭവിച്ചിട്ടില്ല. ഈ ലവ് ജിഹാദിനെതിരെ BJP സർക്കാരുകൾ നിയമനിർമ്മാണവുമായിട്ട് വന്നിരുന്നു. മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ഹരിയാന, കർണാടക സർക്കാരുകളൊക്കെയും വന്നിരുന്നു. അപ്പോൾ അവർക്കൊക്കെയുള്ള ഒരു തരം മറുപടിയായിട്ടാണ് ഇങ്ങനെ പറഞ്ഞത്. മാത്രമല്ല, സുപ്രീം കോടതി തന്നെ പ്രഖ്യാപിച്ചിരുന്നു ഇവിടെ ലവ് ജിഹാദൊന്നും നടന്നിട്ടില്ല എന്ന്. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഒരുപാട് CBI അടക്കമുള്ള ഏജൻസികളുണ്ട്. അവരന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചു. BJP ഗവൺമെൻറ് അവിടെ ഭരിക്കുന്നത് റിപ്പോർട്ട് സമർപ്പിച്ചു. ഇവിടെ ലവ് ജിഹാദ് ഉണ്ടായില്ല. ലവ് ഉണ്ടായിട്ടുണ്ട്, അതുണ്ടാകും, ലവ് ഉണ്ടായിരിക്കും. അതിന് കാരണമുണ്ട്. ഞാൻ ബോംബെയിൽ മീര റോഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഗീത നടത്തുകയാണ് അവിടെ. അപ്പോൾ ഞാൻ താമസിച്ചിരുന്ന ഒരു ഫ്ലാറ്റ്, ഇപ്പുറത്തൊരു ഫ്ലാറ്റ്, ഇവിടുത്തെ പാല് തുറന്നാൽ അവിടെ കാണാം, അവിടുത്തെ പാല് തുറന്നാൽ ഇവിടെ കാണാം, നടുവിൽ കോറിഡോർ. ഈ വീട്ടുകാരുടെ തന്നെയാണ് ഈ വീടും. ആ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ മകള്, നല്ല സുന്ദരിയായിട്ടുള്ളൊരു കുട്ടി. അവരുടെ അടുത്തേക്ക് എനിക്ക് പേടിയാണ്. കാരണം ആ കുട്ടി ഇംഗ്ലീഷ് പറഞ്ഞു കേൾക്കുമ്പോൾ നമ്മൾ ആകെ അന്താളിച്ചു പോകും. അല്ലെ എന്തായാലും ഒരു ശശി തരൂരിനെയും കൊണ്ട് പോകണം അവിടേക്ക്, വല്ല മനസ്സാക്കണി തന്നെ. പക്ഷെ ആ കുട്ടി മലയാളം പറയും, തടഞ്ഞ് മലയാളം പറയും. പക്ഷെ മലയാളം പറയുന്നതിനിടയിൽ ചില സാധനങ്ങൾ കയറി വരും. അവിടെ എനിക്ക് പേടിയാണ് ആ കുട്ടിയോട് സംസാരിക്കാൻ. നല്ല കുട്ടി, നല്ല വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്. അതിൻ്റെ ആങ്ങളയും ഉണ്ട്. ഈ 2 പേരും വലിയ അപകടം ഉണ്ടാക്കി വെച്ചിരിക്കുക വീട്ടിൽ. ആങ്ങളെ അതെ, പെങ്ങളും അതെ, മേനോന്മാരാണ്. അപ്പോൾ ഈ മേനോൻ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ വന്ന് എൻ്റെ റൂമിൽ വരും. കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവരും. ബ്രേക്ക്ഫാസ്റ്റ് അവരുടെ വീട്ടിൽ ചായ മറ്റോ എൻ്റെ റൂമിലേക്ക് കൊണ്ടുവരും. അപ്പോൾ അവർ പറഞ്ഞു, സ്വാമിജി ഒരു റിക്വസ്റ്റ് ഉണ്ട്, ഞങ്ങളുടെ പിള്ളേരോടൊന്ന് പറയൂ. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പെൺകുട്ടി പറഞ്ഞിരിക്കുകയാണ്, 2 പെൺകുട്ടികളും ഒരു ആൺകുട്ടിയാണ്. ആൺകുട്ടിയുടെ വിവാഹം കഴിഞ്ഞു. അവനൊരു പഞ്ചാബി പെൺകുട്ടിയാണ് വിവാഹം കഴിച്ചത്. അവരൊരുമിച്ച് പഠിച്ചിരുന്നവരാണ്, കമ്പ്യൂട്ടർ സയൻസോ മറ്റോ പഠിച്ചിരുന്നവരാണ്. വിവാഹം കഴിഞ്ഞ് 2 പേരും ഇപ്പോൾ വിദേശത്താണ്, അമേരിക്കയിലാണോ കാനഡയിലോ മറ്റോ ആണ്. വിവാഹത്തിനായിട്ട് ഇവിടെ വന്നു. വിവാഹം കഴിഞ്ഞിട്ട് അവർ ലീവിന് വന്നിട്ടുണ്ട്. അപ്പോൾ അവരേക്കും വന്ന് വളരെ ഭയഭക്തി ബഹുമാനത്തോടുകൂടിയിട്ട് വരുന്നു, സ്നേഹത്തോടുകൂടി സംസാരിക്കുന്നതൊക്കെയും പോകുന്നു. ഇവരുടെ റിക്വസ്റ്റ് എന്താ വെച്ചാൽ ഈ 2 പെൺകുട്ടികൾ, ബാക്കിയുള്ള 2 പെൺകുട്ടികൾ ഓരോന്നറിഞ്ഞു നിൽക്കുകയാണ്. ഇവർ അച്ഛനോടും അമ്മയോടും പറഞ്ഞൊരു കാര്യമുണ്ട്. അപ്പം അച്ഛനും അമ്മയും 10-35 വർഷമായിട്ട് ബോംബെയിലാണ്. അവർക്ക് നാട്ടിലേക്കൊന്ന് വരണമെന്നുണ്ട്, പാലക്കാട്ടുകാരാണ്. അപ്പം ഇതിൽ ഏതെങ്കിലും ഒരു മോള് ഏതൊരു മലയാളി വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ആ കെയർ ഓഫിൽ അവർക്ക് നാട്ടിലേക്ക് വരാം. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അവിടെ നിന്ന് എല്ലാം ഉപേക്ഷിച്ചിട്ട് അവർക്ക് നാട്ടിലേക്ക് വരാം. നാട്ടിൽ വന്നാൽ അവരൊരു ഒരു മോളേനെ അവിടെ ഉണ്ടല്ലോ ഒന്ന് സമാധാനിക്കാം. പക്ഷേ ഈ 2 പെൺകുട്ടികളും പിടിയാതെ നിൽക്കുകയാണ്. അവർ പറയുന്ന വാക്കുകൾ ഇതാണ്: വി വിൽ നെവർ ആക്സെപ്റ്റ് എനി കൈൻഡ് ഓഫ് മല്ലു ബോയ്സ്. മല്ലു ബോയ്സിനെ വേണ്ടാന്ന്, ഇഷ്ടമല്ല അവർക്ക് മല്ലു ബോയ്സിനെ. ഇതെനിക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. ഞാൻ അവരോട് വിളിച്ച് ചോദിച്ചു, എന്താണ് ഈ മല്ലു ബോയ്സിനുള്ള പ്രശ്നം? നാ കരിയർ എന്നാണ് പറഞ്ഞത്. അവർക്ക് ഒന്നിനൊരു കരിയറില്ല. ഭാഷാപരമായിട്ടുള്ള കഴിവുകൾ, വസ്ത്രധാരണപരമായിട്ടുള്ള കഴിവുകൾ, ലോകം കണ്ട കഴിവുകൾ. വാട്ട്സ് യുവർ നെയിം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും മൈ നെയിം ഈസ് കുഞ്ഞുണ്ണി എന്ന് പറയുന്ന രീതി. യു ആർ കമ്മിങ് ഫ്രം വേർ എന്ന് പറയും, തൃശ്ശൂരിൽ നിന്ന്. ഇതാണ് സ്ഥിതി, ഭാഷാപരമായിട്ടുള്ള പ്രശ്നങ്ങൾ.
ഒരു പ്രായമായി കഴിഞ്ഞാൽ അവൻ ചുമരെഴുത്തിന് നടക്കും, ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ വാലായിട്ട് ചുമരെഴുത്തിന് കിടന്ന് നടക്കും. പിന്നെ ആകെ കൂടി ഒരു ടെൻഡുൽക്കർ ഉണ്ടാവും, ഒരു അമിതാഭ് ബച്ചൻ ഉണ്ടാവും, ഒരു മമ്മൂട്ടി ഉണ്ടാവും, ഒരു മോഹൻലാൽ ഉണ്ടാവും, കഴിഞ്ഞു. അവരുടെ ലോകം അവിടെ അസ്തമിക്കുകയാണ്. അങ്ങനെ മല്ലു ബോയ്സിനെ വിവാഹം കഴിച്ചാൽ ഞങ്ങൾക്ക് അവരോട് ഒരുമിച്ച് യോജിച്ച് പോകാൻ പറ്റുന്നതാണ് അവർ ചോദ്യം. ശരിയല്ലേ? ഞാൻ അവരോട് പറഞ്ഞു, സ്വാമി നന്നായിട്ട് ഉപദേശിച്ച് വിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞോളൂ, കാരണം എനിക്ക് കിട്ടുന്ന ഗുരുദക്ഷിണ കുറയ്ക്കണ്ട. നിങ്ങൾ ഒരു കാരണവശാലും മല്ലു ബോയ്സിനെ വിവാഹം കഴിക്കണ്ട. നിങ്ങൾ ഉത്തരേന്ത്യയിലേക്ക് പോയിക്കോ. വല്ല പഞ്ചാബി ആറടിയുള്ള കുട്ടികൾ, ഹരിയാനക്കാർ, രാജസ്ഥാനിലുള്ള കുട്ടികളുണ്ട്, മധ്യപ്രദേശിൽ അവിടെയുണ്ട്, ബോംബെയിൽ തന്നെ വേണ്ടത്ര കുട്ടികളുണ്ട്. അത് തന്നെയാണ് അഡ്വൈസബിൾ എന്ന് ഞാൻ അവരോട് പറഞ്ഞു. പിന്നെ എന്തുണ്ടായെന്ന് എനിക്കറിയില്ല. പക്ഷെ അവർ തീരുമാനപ്രകാരം മല്ലു ബോയ്സ്, ഇതാണ് കേരളത്തിൽ ലവ് ജിഹാദിൻ്റെ കാരണം. ഹിന്ദു ആൺകുട്ടികളെ വിവാഹം കഴിക്കാൻ ഹിന്ദു പെൺകുട്ടികൾക്ക് വലിയ താല്പര്യമില്ല എന്നത് സത്യമാണ്. ഒരുപാട് പെൺകുട്ടികൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഗതികേടൊക്കെ ഉണ്ടാവുമല്ലോ, എന്താ ചെയ്യുക? വീട്ടുകാർ നിർബന്ധിച്ച്, വീട്ടുകാർ പറഞ്ഞ് ഹിന്ദു പെൺകുട്ടി, ഹിന്ദു ആൺകുട്ടിയെ തന്നെ, അതാണ് ലവ് ജിഹാദ്. അതാണ് ലവ് ജിഹാദ്. ഇഷ്ടമില്ലാത്തവൻ്റെ തലയിൽ കെട്ടി വെച്ച് കൊടുക്കുക. കെട്ടുക എന്ന് പറയുമല്ലോ, എൻ്റെ മോളെ കെട്ടിച്ചയച്ചു, കെട്ടി മുറുക്കി അയച്ചു എന്നർത്ഥം. എപ്പോഴാണ് തിരിച്ചു വരണമെന്ന് അറിയില്ല. അതേ സമയത്ത് ഇവർ ലവ് ജിഹാദെന്ന് ആരോപിക്കുന്ന പല ജിഹാദുകളും, ഞാൻ മലപ്പുറത്ത് പോയ സമയത്ത് കഴിഞ്ഞ വർഷം ഫെബ്രുവരി, ഒരു വർഷം ആയിട്ടില്ല, ഞാൻ മലപ്പുറത്ത് പോയ സമയത്ത് ഇവിടെ വലിയ കോളികളൊക്കെ ഉണ്ടാക്കിയ സംഭവമുണ്ട്. ഒരു പെൺകുട്ടി വിവാഹം കഴിച്ചു, അവൾ സിറിയയിലേക്ക് പോയിരിക്കുകയാണ്. അവൾ കൊല്ലപ്പെട്ടു, 3 തവണ കൊല്ലപ്പെട്ടു. അവൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്, നന്നായിട്ട് പഠിച്ചിരുന്നതാണ്, ആയുർവേദത്തിന് പഠിച്ചിരുന്നതാണ്, എല്ലാം നശിപ്പിച്ചു. അങ്ങനെയാണ് എന്തെല്ലാം കോളിളക്കങ്ങളായിരുന്നു. അവരിഷ്ടപ്പെട്ട ആളുടൊപ്പം ജീവിക്കാൻ വേണ്ടി സുപ്രീം കോടതി വരെ കയറി ഇറങ്ങേണ്ട വന്നു. അവസരത്തിൽ അവർ സുഖമായിട്ട് സന്തോഷമായിട്ട് മറ്റുള്ളവർക്ക് മാതൃക ഉണ്ടാക്കുന്ന രീതിയിൽ അവർ ജീവിക്കുന്നു. ആ പയ്യനായിട്ട് പരിചയപ്പെട്ടു, നല്ല പയ്യൻ. ആ കുട്ടിയും അതുപോലെ തന്നെ വളരെ ലാളിത്യമാർന്ന ജീവിതം, സുഭദ്രമായിട്ടുള്ള ജീവിതം അവിടെ നയിക്കുന്നു. പക്ഷെ ഇവിടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഹിന്ദു പെൺകുട്ടികൾ അവരൊപ്പം പോകുന്ന എന്തുകൊണ്ട്? അത് ചിന്തിക്കണം. ജീവിതത്തിൽ എന്തെങ്കിലും എത്തിക്സ്, എന്തെങ്കിലും വാല്യൂസ്, എന്തെങ്കിലും മൂല്യങ്ങൾ, എന്തെങ്കിലും ക്രമങ്ങൾ, എന്തെങ്കിലും ചിട്ടകൾ, ഇതൊന്നുമില്ലാത്ത കുറെ അമ്പലം കയറി നരങ്ങി നടക്കുന്ന കുറെ ആമ്പിള്ളേർ പൊട്ടും കുറിയും ഇതൊക്കെയും തൊട്ട് വർഷത്തിലൊരിക്കൽ കെട്ടും നിറച്ച് ഹേയ് എന്നെങ്കിലും പറഞ്ഞിട്ട് അങ്ങനെ ഒരു പോക്കുകയും കാണുമ്പോൾ പെൺകുട്ടികൾക്ക് വെറുപ്പടിക്കുകയാണ് വാസ്തവത്തിൽ. ഇന്ന് പെൺകുട്ടികൾ കൂടുതൽ ചിന്തിക്കുന്നവരാ, കേരളത്തിലെ പെൺകുട്ടികൾ കൂടുതൽ ചിന്തിക്കുന്നവരാ. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ക്രമത്തോടുകൂടി ചിട്ടയോടുകൂടി ജീവിക്കുന്ന ആൺകുട്ടികളെ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് ലവ് ഉണ്ടാകും, അവർ വിവാഹിതനാകും. പിന്നെ മറ്റൊരു കാര്യം, വിവാഹം കഴിച്ചോട്ടെ, എന്തിനാ മതം മാറ്റുന്നത്? മതം മാറ്റുക തന്നെ വേണം. ഇവിടുത്തെ ഭൂരിഭാഗം ഹിന്ദുവിന് എന്തോന്നും മതമാണ് ഉള്ളത്. അമ്പലത്തിൽ കയറി ചെന്ന് വരയും കൂടി നടത്തി പുലിക്കളി പോലെ നടക്കുന്നതോ? അവൻ്റെ പ്രമാണത്തെക്കുറിച്ച് അവൻ എന്തെങ്കിലും ബോധമുണ്ടോ? ഉപനിഷത്തെ കുറിച്ച് ചക്കയോ മാങ്ങയാണോ അവൻ ചോദിക്കില്ലേ? ഉപനിഷത്തോ അതെന്താ ചക്കയാണോ മാങ്ങയാണോ എന്ന് ചോദിക്കില്ലേ? പച്ചക്കറി പീടികയിൽ കിട്ടുമെന്ന് ചോദിക്കില്ലേ? ഗീത ഒരു 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 ശ്ലോകം ചെല്ലാൻ ഇവിടുത്തെ ഹിന്ദു യുവാവിന് കഴിയുമോ? അഴിച്ചിട്ട കാളകളുടെ പോലെയല്ലേ അവൻ ജീവിക്കുന്നത്. ആയതുകൊണ്ട് തന്നെ അപ്പുറത്ത് ചുറ്റയോടുകൂടി വട്ടത്തോടുകൂടി അവൻ്റേതായിട്ടുള്ള മാർഗങ്ങളുണ്ട്, ജീവിത മാർഗങ്ങളുണ്ട്. അവൻ്റേതായിട്ടുള്ള ബേസ് ആൻഡ് മീൻസ്, എങ്ങനെ ജീവിക്കണം, ഏത് സമയത്ത് ഏത് രീതിയിൽ ആരോട് എങ്ങനെ പെരുമാറണം എന്നിത്യാദി കാര്യങ്ങൾ അവൻ പഠിക്കുന്നു. 1 വർഷമല്ല 2 വർഷമല്ല, 10 വർഷം മദ്രസയിൽ പോയി പഠിക്കുന്നു, അല്ലെങ്കിൽ സൺഡേ ക്ലാസ്സിൽ പോയി പഠിക്കുന്നു. അവൻ്റേതായിട്ടുള്ള വ്യക്തിത്വം അവൻ ആർജിച്ചെടുക്കുന്നു. സ്വാഭാവികമായിട്ട് ഇവിടുത്തെ കുട്ടികൾക്ക് അവർ സന്തോഷം തോന്നും. അങ്ങനെ അവിടെ പോയി കഴിഞ്ഞാൽ അവൾ എന്തായിട്ട് മാറും? അവൾ പറയും, എന്നെ ഒന്ന് മതം മാറ്റൂ. മതം മാറ്റൂ എന്നുള്ളതല്ല, എനിക്കൊരു മതം ഉണ്ടാക്കി തരൂ എന്നാണ് പറയുക. എനിക്കൊരു മതം ഉണ്ടാക്കി തരൂ, അതാണ് പറയുക. എനിക്കൊരു മതം ഉണ്ടാക്കി തരൂ എന്നാണ് പറയുക. എനിക്ക് അറിയാവുന്ന സത്യമാണ് പറയുന്നത്. ഹിന്ദുമതത്തിനത്തെ കാര്യം എനിക്ക് അറിയാവുന്ന കാര്യം ഞാൻ ഈ പറയുന്നത്. എനിക്കൊരു മതം ഉണ്ടാക്കി തരൂ എന്നാണ് പറയുന്നത്. ഇവിടെ എന്ത് മതമുള്ളത്? വലിയ കനം കൂടി, ഇത്രയും കനമുള്ള പ്ലാസ്റ്റിക് ഭരണിക്കകത്ത് ലഡ്ഡു വെച്ച് നക്കിക്കോ എന്ന് പറയണ പോലെ ഉപനിഷത്ത് എവിടെ വാങ്ങിക്കാൻ കിട്ടും? വാങ്ങിക്കാൻ കിട്ടിയാൽ തന്നെ രാമകൃഷ്ണ മിഷനിൽ കിട്ടും. അതിൻ്റെ അർത്ഥം എന്തോന്ന് വായിക്കാൻ അറിയും.
അതും ആർഷപ്രയോഗങ്ങളുള്ള സംസ്കൃതം, സാധാരണ സംസ്കൃതമല്ല. അതൊരു ആചാര്യനിൽ നിന്ന് തന്നെ പഠിക്കണം. ആചാര്യന്മാരാരാ? ഹിന്ദുക്കളുടെ കൺമുമ്പിൽ ആചാര്യന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള്ളന്മാർ, കള്ളസ്വാമിമാർ. അവര് വലിയ നിധി കുംഭങ്ങളെയാണ് കാർക്കിച്ചു തുപ്പുന്നത്. ഈ സ്വാമി പോട്ടെ, ഈ സ്വാമി കള്ളസ്വാമിയാണ്. ഉദരം ഭരണത്തിന് വേണ്ടി നടക്കുന്നവനാണ്, കള്ളവേഷം കെട്ടി നടക്കുന്നവനാണ്. പക്ഷെ നല്ല സ്വാമിമാരെന്ന് പറയുന്ന സ്വാമിമാരൊന്നും ഇല്ലേ കേരളത്തിൽ? അവരേക്കും വിളിച്ചിട്ട് നിങ്ങൾ ഹിന്ദുക്കൾ ഒരു നേരത്തെ ആഹാരം ഇവർക്ക് നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ? ആ സ്വാമിമാർക്ക് നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ? എല്ലാവരും നിങ്ങൾ കള്ളസ്വാമിമാരെന്ന് തന്നെയല്ലേ പറയുന്നത്. അതുകൊണ്ട് എന്തുണ്ടാകുന്നു? നിങ്ങൾക്ക് കിട്ടേണ്ടുന്ന മുത്ത്, പവിഴം, മരതകം അതൊക്കെ അവരെ കയ്യിലായിരിക്കുന്നത്. അതിൻ്റെ ട്രഷർ, അതിൻ്റെ ആ നിധി കുംഭം തുറക്കാനുള്ള വിദ്യ അവരുടെ കയ്യിലായിരിക്കുന്നത്. പക്ഷെ അവരെ നിങ്ങൾ തള്ളി, നിങ്ങളെ തള്ളി തന്നെ താഴെ ഇടുകയെന്ന് വാസ്തവത്തിൽ ചെയ്തത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് അർത്ഥമില്ലാത്ത, ആഭിയാത്യമില്ലാത്ത, ചിട്ടയില്ലാത്ത, വട്ടമില്ലാത്ത, ക്രമമില്ലാത്ത ഒരു ജീവിതം നയിക്കുന്ന ആൺകുട്ടികളെ അവനേക്കാൾ കുറച്ചുകൂടി മേധാശക്തിയുള്ള പെൺകുട്ടികൾ ഇഷ്ടപ്പെടുന്നില്ല. മനസ്സുള്ള പല കല്യാണങ്ങളും നടക്കുന്നുണ്ടെന്ന് മാത്രം. പക്ഷേ മനസ്സോടുകൂടി പല കുട്ടികളും മുസ്ലിം ആൺകുട്ടികളെ ഇഷ്ടപ്പെടുന്നു. എന്നൊരു പഠിപ്പുണ്ട്, അവരുടേതായിട്ടുള്ള മൂല്യങ്ങൾ ആസ്വദിക്കാനുള്ള ശേഷി അവർക്കുണ്ട്. അങ്ങനെ പോകുന്ന കുട്ടികൾ അങ്ങോട്ടാണ് പറയുന്നത്, ഞങ്ങൾക്കൊരു മതം ഉണ്ടാക്കി തരുമെന്ന്. അല്ലാതെ അവിടെയും നിർബന്ധ മതപരിവർത്തനമില്ല, ലവ് ജിഹാദില്ല. ലവ് ഉണ്ട്, അതിൻ്റെ പേരിൽ മാരേജ് ഫങ്ഷൻസ് നടക്കുന്നുണ്ട്. അതിനുശേഷം ആ ഒരു സിസ്റ്റമായിട്ട് യോജിച്ചു പോകാൻ വേണ്ടിയിട്ട് അവർ മതം മാറുന്നുണ്ട്, മതത്തെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. ഇവിടെ പിന്നെ പഠനവും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ ഇവിടെ. ഏതായാലും ലക്നൌവിലുള്ള കോടതി, കാൺപൂരിലുള്ള പോലീസ്, സുപ്രീം കോടതി, ഇന്ത്യൻ അന്വേഷണ ഏജൻസികൾ എല്ലാവരും ഒരേ ഐകകണ്ഠേന അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു, there is no love jihad at all in India. ഇവിടെ ലവ് ജിഹാദൊന്നുമില്ല, ലവേ ഉള്ളൂ. അത് സ്വാഭാവികമാണ്. അതിനെതിരെ വാളോങ്ങാൻ ഇന്ത്യ ഭരണഘടനയ്ക്കോ അല്ലെങ്കിൽ കോടതിക്കോ ഒന്നും കഴിയില്ല എന്ന് അവർ അസംദിഗ്ധമായിട്ട് പറയുകയും ചെയ്തു. നന്നായിരിക്കട്ടെ. സഭാഷ്. നമസ്കാരം.